നിതാസ് പ്രയറേയും കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായി സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ആകെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെജിറ്റബിൾ ബിരിയാണിയാണ്. അപ്പോൾ കുറേ ബിരിയാണികൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബീഫ് ബിരിയാണി, പിന്നെ തലശ്ശേരി സ്പെഷ്യൽ ദം ബിരിയാണി, അങ്ങനെ ഒത്തിരി ബിരിയാണികൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്നും പോയി കാണുക. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് കോഴിമുട്ടയാണ്. അപ്പോൾ നമ്മൾ 4 കോഴിമുട്ട പുഴുങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമ്മളൊന്ന് ഇതൊന്ന് വരണ്ട് കൊടുക്കുക. അതിലൊരു മസാല ഒക്കെ വരട്ടിയിട്ട് വെച്ചിട്ട് നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് സ്വല്പം മുളക് പൊടി ഒരു 1/4 സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്നിങ്ങനെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇപ്പോൾ ഒന്ന് വരച്ചിട്ട് കൊടുത്താൽ മതി. ഇതൊന്ന് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് നമ്മളൊന്ന് ചെറുതായിട്ട് വളരെ കുറച്ച് വെളിച്ചെണ്ണയിൽ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി മാറ്റിട്ട് ഇനി ഇതിലേക്ക് 2-3 സവാള നമ്മളിങ്ങനെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്നും ഇട്ട് കൊടുക്കാം. കുറച്ച് സൺഫ്ലവർ ഓയിലും കുറച്ച് നെയ്യിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ തക്കാളി ഇതൊക്കെ ഈ കോഴിമുട്ട ഇതൊക്കെ അതേ ദം ചെയ്യുന്ന പാത്രത്തിലാണ് ഇട്ട് വയ്ക്കുന്നത്. നമ്മളിവിടെ അരി ഓൾറെഡി ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. കണ്ട ജീരകശാല റൈസ് അരിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അത് ആദ്യമായിട്ട് ചെയ്യുന്നതൊക്കെ ആണെങ്കിൽ നമ്മൾ ആ കുക്കറിലൊന്നിട്ട് കുക്കറിൽ കുറച്ച് നെയ്യും സൺഫ്ലവർ ഓയിലും ഒഴിച്ചിട്ട് അതിൽ ഏലക്ക, ഗ്രാമ്പ്, കറുവാപ്പട്ടൊക്കെ ഇടുക. എന്നിട്ട് എല്ലാം കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ അരി ഒരു 10-15 മിനിറ്റ് നേരം നമ്മൾ ആ ജീരകശാല റൈസ് അരി നമ്മൾ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് വാർന്ന് വെച്ച് കഴിഞ്ഞിട്ട് ആ വെള്ളമൊക്കെ വാറ്റി വന്നിട്ട് നന്നായിട്ട് അതിൽ നിന്ന് കുക്കറിലിട്ട് കൊടുത്ത് നന്നായിട്ട് ഒരു 5-10 മിനിറ്റ് നേരം വഴറ്റി കഴിഞ്ഞിട്ട് അതിൽ ഞാൻ 3 ഗ്ലാസ് എടുത്തത്. 3 ഗ്ലാസ്സിന് 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള അതിൽ കുക്കറിലിട്ട് ഒരു വിസിലടിച്ചു. അങ്ങനെ മാറ്റി വെച്ച് ചെറുനാരങ്ങ അതിൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് അത് വെച്ച അരിയാണ് നമുക്ക് കാണിച്ചത്. അപ്പോൾ ഞാൻ അരി ഓൾറെഡി ഇവിടെ വേവിച്ച് വെച്ചേക്കാണ്. അപ്പോൾ അതെ ഇനിയിപ്പോൾ തക്കാളി ഒക്കെ ഇട്ടിട്ട് നമ്മളൊരു മസാല തയ്യാറാക്കണം. മസാലയാണ് ഇപ്പോൾ റെഡിയാക്കി കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് 2-3 സവാള നമ്മൾ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മസാല പോലെ തയ്യാറാക്കിയിട്ട് അരി അതിലിടാൻ വേണ്ടത് നമുക്ക്. ഇത് സവാള ചെറുതാക്കിയിട്ട് നമ്മൾ ഒന്ന് വഴറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് സവാള നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ നമ്മൾ റോസ്റ്റ് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് തൈര് ഇട്ട് കൊടുക്കും. അത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. എല്ലാം ഒന്ന് അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പമായിട്ട് കാര്യങ്ങൾ ചെയ്യും. ഇനി ഇത്ര ആയി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ഗ്രാമ്പ്, ഏലക്ക, കറുവാപ്പട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. കുറച്ച് ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് 2 തക്കാളി നമ്മൾ നന്നായിട്ട് മിക്സിയിൽ ജാറിൽ അരച്ച് തന്നു. അതൊന്ന് ഇട്ട് ചേർത്ത് കൊടുക്കുക. ആ തക്കാളിയിലെ പച്ചമുളകൊക്കെ ഒന്ന് കൊടുക്കാം. നമ്മൾ ഫ്ലെയിം ചെറുതായി സിമ്മാക്കി വെച്ചിട്ട് നമ്മൾ മസാല പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. 1/2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, മീറ്റ് മസാല 1/2 സ്പൂൺ. ഇതൊക്കെ ഒന്ന് പച്ചമുട്ട് നന്നായിട്ട് ഒഴിപ്പിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ 2.5 സ്പൂൺ തൈര് ചേർത്തുകൊണ്ട് തൈര് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കുക. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറുകി വരുന്ന ഇതൊന്ന് നന്നായിട്ടൊന്ന് കുറുകി വന്നാൽ മാത്രമേ നമുക്ക് മസാലയ്ക്ക് പിന്നെ കോഴിമുട്ട ഇട്ട് കൊടുക്കുക. ഇനി അരി ഇട്ട് കൊടുക്കുക. ഇത്രയൊന്നും നമുക്കുള്ളൂ.
ഇതൊക്കെ ഇട്ട് കഴിയുമ്പോൾ കോഴിമുട്ട നമ്മൾ ചേർത്ത് കൊടുക്കുക. അരി വെച്ചിട്ടുണ്ട്, ആ അരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. മസാലയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി കാണിക്കണം. ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. നല്ലൊരു കളർ കിട്ടും. ഇനി നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച ഇതാണ് ചേർത്ത് കൊടുക്കണം. സവാളൊക്കെ റോസ്റ്റ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കുന്നു. ഇനി കിസ്മിസ് അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ റോസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നു. ഇനി മല്ലിയിലും പുതിനയിലും മുകളിൽ ഇട്ട് കൊടുക്കുന്നു. ഒരു തരി മീറ്റ് മസാല ഇങ്ങനെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് നെയ്യ് മുകളിൽ ഒഴിച്ച് കൊടുക്കുക. ഒരു 10 മിനിറ്റ് മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എഗ് ബിരിയാണി റെഡിയായി. ഒരു 10 മിനിറ്റ് ആവുന്ന സമയം കൊണ്ട് ഞാൻ ആദ്യം അതൊക്കെയെന്ന് പറയാം. നമ്മൾ ജീരകശാല റൈസ് അരിയാണ് എടുത്തത്. അരി എടുത്തിട്ട് നമ്മൾ 10 മിനിറ്റ് ഒരു 3-4 പ്രാവശ്യം നന്നായി വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് 10 മിനിറ്റ് നേരം കുതിർത്ത് വെച്ചിട്ട് നമ്മളൊന്ന് വാരാൻ വയ്ക്കുക. ഇതൊരു കുക്കർ എടുക്കുക. ആ കുക്കറിൽ നമ്മൾ കുറച്ച് നെയ്യും സൺഫ്ലവർ ഓയിലും ഒഴിച്ചിട്ട് നമ്മൾ ഒന്ന് ചൂടായി കഴിഞ്ഞ് വരുമ്പോൾ ഏലക്ക, ഗ്രാമ്പ്, കറുവാപ്പട്ടൊക്കെ ഇട്ട് കൊടുക്കുക. 2-3 ആളെണ്ണം വെച്ച് ഇട്ട് കൊടുക്കുക. ഇത് ഈ അരി നമ്മൾ ഒരു 10 മിനിറ്റ് നേരം ആ നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിൽ ഞാൻ 3 ഗ്ലാസ് എടുത്തത്. 6 ഗ്ലാസ് വെള്ളം എടുത്ത് തിളപ്പിച്ച് വെള്ളം നല്ല ചേർത്ത് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ച് അതിൽ കുരുവൊക്കെ നീക്കിയിട്ട് വേണം കുരു ഒഴിച്ച് കുക്കറിൽ അടച്ച് വെച്ചിട്ട് ഒരു വിസിലടിച്ചു. അതാ അരി അപ്പം തന്നെ തുറക്കണം കുക്കർ. എന്താ അപ്പം തന്നെ നമ്മൾ അത് 3/4 വേവാകാൻ പാടുള്ളൂ, മുഴുവനായിട്ട് വെന്ത് ഉടയാൻ പാടില്ല. അപ്പോൾ അതിങ്ങനെ അരി ഒട്ടി പിടിക്കാത്ത രീതിയിലാണ് ചൂടാറാനായിട്ടൊരു പാത്രത്തിൽ ഇറക്കി വയ്ക്കുക. ആ സമയം കൊണ്ട് നമ്മൾ നന്നായിട്ട് നൈസായി അരിഞ്ഞ സവാളയും ഒക്കെ റോസ്റ്റ് ചെയ്ത് നമ്മൾ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കിസ്മിസും അണ്ടിപ്പരിപ്പൊക്കെ നമ്മൾ റോസ്റ്റ് ചെയ്ത് നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഏത് പാത്രത്തിലാണ് ദം ചെയ്യാനൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് ആ പാത്രം എടുക്കുക. അതിൽ കുറച്ച് നെയ്യും സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നമ്മളതിൽ 2-3 സവോള നമ്മൾ അരിഞ്ഞത് ഇട്ട് കൊടുത്ത് അതൊന്ന് നല്ല ബ്രൗൺ കളറായി കഴിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ തക്കാളി നല്ലോണം മിക്സിയിൽ അരച്ചത് ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് അത് വഴന്ന് വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. ഒരു സ്പൂൺ, ചെറിയ സ്പൂൺ മുളക് പൊടി, ഒരു വലിയ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഒക്കെ ചേർക്കുക. പിന്നെ കുറച്ച് മീറ്റ് മസാല ചേർക്കുക. ജീരകത്തിൻ്റെ കുറച്ച് പൊടിച്ചത് നമ്മളൊരു 1/2 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കൂടി ആയി കഴിഞ്ഞിട്ട് കറുവാപ്പട്ട, ഗ്രാമ്പ് കൂടി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ 2-2.5 സ്പൂൺ തൈര് നമ്മൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ടത് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുത്ത് കുറച്ച് ഒരു ഗ്ലാസ് വെള്ളം ചൂടുവെള്ളത്തിൽ നമ്മൾ ഇട്ട് കൊടുത്ത് നന്നായി ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് ആ മസാലയൊക്കെ ഒന്ന് കുറുകി നന്നായി വറ്റിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ പണ്ട് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച കോഴിമുട്ട നമ്മൾ 2-3 നമ്മൾ വഴന്നിട്ട് അതിൽ കുറച്ച് മുളക് പൊടിയൊക്കെ ചേർത്ത് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കോഴിമുട്ട ഇട്ട് കൊടുക്കുക. എന്നിട്ട് അരി നമ്മൾ മുകളിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിൽ റോസ്റ്റ് ചെയ്ത് വെച്ച സവോള, ഗ്രാമ്പ് സവോള, പിന്നെ എന്താ പറയുക ഉണക്കമുന്തിരി, കിസ്മിസും മല്ലിയിലയൊക്കെ മുകളിൽ കുറച്ച് നെയ്യ് ഒഴിക്കുക. പിന്നെ കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 2-3 സ്പൂൺ പാലെടുത്തിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടാൽ മതി. എന്തെങ്കിലും ഇല്ലാത്ത കാരണം ഞാനിങ്ങനെ കളർ കിട്ടാൻ വേണ്ടി മഞ്ഞൾപ്പൊടി ചേർത്തു. കുറച്ച് മീറ്റ് മസാല മുകളിൽ ഇടാതെ കുറച്ച് നെയ്യ് ഒഴിക്കുക. 10 മിനിറ്റ് നേരം മൂടി വെച്ച് കഴിയുമ്പോൾ ഇതേപോലെ നല്ലൊരു അടിപൊളി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിതൊക്കെ ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു കളറൊക്കെ ഉള്ള നല്ലൊരു കോഴിമുട്ടൊക്കെ ഉള്ള ഒരു ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും വീട്ടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് ഇതൊക്കെ ഒന്ന് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുക. ആദ്യം കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സന്തോഷമായി സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.